എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നാടൻ വിഭവങ്ങൾ തയ്യാറാക്കാം. അപ്പം ഞാൻ മോളൊത്താണ് ഇന്നത്തെ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ചോറ് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണക്ക മീനാണ് ഇന്ന് ഞാൻ എടുക്കണത്. കണ്ടോ, ഈ ഉണക്ക മീൻ ഇത് നവരയുടെ ഉണക്ക മീനാണ് കേട്ടോ. ഞാൻ പാര അന്വേഷിച്ച് ചെന്നപ്പോൾ എനിക്ക് പാര കിട്ടിയില്ല. പാര നല്ല ടേസ്റ്റാണ്. പാര, പരവ ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള മീനുകളാണ് ഉണക്ക മീനിൽ. അപ്പോൾ അതിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ പിച്ചാത്തിയിട്ട് ഇതുപോലെ ഒന്ന് പോറിക്കൊടുത്താൽ അതൊക്കെ ഇളകി വരും. എന്നിട്ട് തോലുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി ഇളകും. അപ്പം ഞാൻ ഇതിൻ്റെ തലയൊന്നും എടുക്കുന്നില്ല കേട്ടോ. ചില സമയങ്ങളിൽ ഞാൻ തല എടുത്തിട്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ ചോറ് ശരിക്കും പറഞ്ഞാൽ അടുപ്പത്തേക്ക്, അതായത് വിറകടുപ്പിൽ വെക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതെന്തോ നടന്നില്ല. അപ്പോൾ ഉണക്ക മീൻ എപ്പോഴും നമ്മൾ നല്ല വൃത്തിയെ കഴുകിയെടുക്കണം. കാരണം അവരെവിടെയൊക്കെ ഇട്ട് ഉണക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് മീനിനെക്കാളും നല്ലത് ഉണക്ക മീൻ എടുക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ മഴയും ഒക്കെയുള്ള ആ ഒരു കാലാവസ്ഥയല്ലേ, പിന്നെ കടലിലാരും പോകുന്നുമില്ല. അപ്പോൾ ഞാൻ മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഒരു ലേശം ഉപ്പും കൂടി ഇടുന്നുണ്ടേ. ഞാൻ ഈ ഉണക്കമീൻ കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വെള്ളം കളഞ്ഞിട്ട് ഈ മുളക് പൊടി ഇട്ടെടുക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, മാങ്ങ ഒരൊറ്റ മാങ്ങയാണ് കേട്ടോ. ഈ മാങ്ങ ഞാൻ വാങ്ങിയിട്ട് വന്നതാണ്. ഇപ്പം മാങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. ഈ ഒരു മാങ്ങയ്ക്ക് 35 രൂപയാണ് കേട്ടോ. മാവ് വീട്ടിലുള്ളവർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര അതിശയം തോന്നും കേട്ടോ. അപ്പം ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് മാങ്ങ അച്ചാറ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാങ്ങ കഴുകിയിട്ട് തുടച്ചെടുക്കണം എന്നൊന്നുമില്ല. തുടച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കണതല്ലേ. അപ്പൊ മാങ്ങ ഇതുപോലെ ഒരുപാട് കുനുകുനെയൊന്നും അരിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയൊക്കെ അച്ചാറിനൊക്കെ അരിഞ്ഞെടുക്കുന്നതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരിഞ്ഞെടുക്കുന്ന ആളാണ് നിസ്സാറൊക്കെ കേട്ടോ. നിങ്ങൾ എത്രയോ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് കണ്ട എല്ലാം ഈക്വൽ ആയിരിക്കും. ഞാൻ പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം. അതങ്ങനെ ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അച്ചാർ എപ്പോഴും നമ്മൾ നല്ലെണ്ണ തന്നെ തയ്യാറാക്കണം. പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സും എടുത്തിട്ടുണ്ട്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി, കായപ്പൊടി, പിന്നെ ഉപ്പ് ഇതിലേക്ക് ഇടത്തില്ല. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച ശേഷം ഞാൻ കുറച്ചധികം കരിവേപ്പില ഇടുന്നുണ്ട്. ഇൻസ്റ്റന്റ് അച്ചാർ ആയതുകൊണ്ടാണ് ഞാൻ കരിവേപ്പില ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇതുപോലെ ഇട്ട് കൊടുക്കും. ഈ ചില്ലി ഫ്ലേക്സ്, അതായത് തരിതരിപ്പായിട്ട് പൊടിച്ച മുളക് ചേർത്ത് കൊടുക്കണം. എങ്കിലേ നല്ല രസം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ഇൻസ്റ്റന്റ് അച്ചാർ ആയതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിയുടെ അളവ് കൂടെയൊന്നും വേണ്ട, ഇത്രയും മാത്രം മതിയാവും. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് അച്ചാറാകുമ്പോൾ വല്ലാതെ പുളിപ്പ് വരും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷമാണ് ഞാൻ ഈ ഉപ്പിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ ചിലർ ചോദിക്കും വെളുത്തുള്ളി ഇഞ്ചിയൊന്നും വേണ്ടേന്ന്. ഇതിലിപ്പോൾ അതൊന്നും വേണ്ടെന്നേ, നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന സംഭവമല്ലേ. അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണേ. അപ്പൊ ഞാൻ ഇതിവിടെ അടുത്തൊരു റെസിപ്പിക്ക് വേണ്ടി കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. പുളി കഴുകിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് ഞരടിയിട്ട് പുളി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അതവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടെ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ആവശ്യമുണ്ട് കേട്ടോ. തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുത്താണ്. അപ്പൊ ഞാൻ പൊട്ടിച്ച തേങ്ങ നേരെ അടുപ്പിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാണ്. എന്തിനെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ തേങ്ങ ഇതിൽ നിന്ന് വിട്ട് കിട്ടാനാണ്. അപ്പൊ അതിനിടയിൽ ചോറ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, അടുപ്പിൽ തന്നെ ചോറ് വെക്കണം എന്നുള്ളത്. അപ്പം അത് നടന്നില്ല. പിന്നെ കുഴപ്പമില്ല, ഇനി എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാഹ് വെക്കാം. അപ്പൊ തേങ്ങ ഒന്ന് ചൂടായപ്പോഴേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് ഇതിനെ ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇളക്കിയെടുക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ നിസാറിക്ക പറഞ്ഞു ഇത് എന്ത് കാണിക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിസാറിക്ക എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാണ്. അപ്പൊ നമുക്ക് ചില പണികൾ നമുക്ക് അറിയാമെങ്കിലും അറിഞ്ഞുകൂടാന്ന് നടിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ഹെൽപ്പുകളൊക്കെ നമുക്ക് കിട്ടും. ഞാൻ ചുമ്മാ പറഞ്ഞതേട്ടാ. എന്നിട്ട് നമുക്ക് കൊച്ചുള്ളിയും ഞാൻ ഇതുപോലെ കമ്പി കോർത്തിട്ട് ഒന്ന് ചുട്ടെടുത്ത് കേട്ടാ. അപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ കമ്പിയിൽ കോർത്ത് അവിടെ വെച്ച് ചുട്ടെടുത്തത്. അപ്പൊ നാടനാകുമ്പോൾ നല്ല നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പൊ നമുക്ക് ഉണക്കമുളക് വേണം. ഉണക്കമുളകും ഞാൻ ഇതുപോലെ ഒന്ന് ആ കനലിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചു വിട്ട് നല്ലവണ്ണം ഒന്ന് ചുട്ടെടുക്കുകയാണ്.
അപ്പൊ തീ അതിൽ വരരുതേ, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എന്നിട്ട് എൻ്റെ ഒരു മുളകിന്റെ അറ്റത്തിലൊന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ അങ്ങ് അണച്ച് തീ വന്നു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇനി ബാക്കി ഈ തേങ്ങ ഇപ്പൊ എടുത്തു വെച്ചില്ലേ, അതിന്റെ തോലിപ്പം ഞാൻ കളഞ്ഞിട്ടില്ല, ചുട്ട ശേഷം ഇത് കളയത്തുള്ളൂ. അത് ചുടാനായിട്ട് ഇത് അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. വച്ച് അപ്പൊ മോള് പറയുന്നുണ്ട് ഇങ്ങനെ ഊതിക്കൊടുക്കുകയാണെങ്കിൽ അത് കത്തും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അത് തീ കത്തത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് കത്തണ്ട, നമുക്ക് അതിന്റെ ആ ഒരു എന്താ പറയാൻ, അത് അവിടെ ഇരുന്നൊന്ന് റെഡിയായി കിട്ടിയാൽ മതി. അല്ലാതെ തീയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. കനലിൽ വേണം ഇത് ചുട്ടെടുക്കാൻ. അപ്പൊ ഇതിനിടയിൽ മോള് സൽമാനെ വിളിച്ചിട്ട് സൽമാനിക്ക് ഒരു കുഴലുണ്ടെങ്കിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ തേങ്ങയൊക്കെ ചുട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം ഇത്രയും മതിയാകും, ഓവറായിട്ടൊന്നും ഞാൻ ചുട്ടെടുക്കുന്നില്ല കേട്ടോ, ഇത്ര തന്നെ മതി. അപ്പൊ ഇനിയിപ്പം ഇതിന്റെ ആ ഒരു പുറത്തുള്ള തോടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിങ്ങനെ എൻ്റെ പിച്ചാത്തിക്ക് അധികം മൂർച്ചയില്ലാന്ന് ഈ അടുത്ത് ആരൊക്കെയോ കുറേ പേര് പറഞ്ഞു കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെയാണ്, എനിക്കാണെങ്കിൽ ഇവിടത്തെ പിച്ചാത്തി അത്ര ഒരു വശമില്ല, അതാണ് വലിയൊരു വസ്തുത. ഞാൻ മുൻപൊക്കെ ഞാനിങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ അതും തീർന്നു. അപ്പൊ അത് ആമ്മിക്കല്ലിൽ നമ്മൾ പുളിയും ഉപ്പും ഈ ചുട്ടെടുത്ത ചുവന്നുള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സാമ്പാർ, രസം, അവിയൽ, തോരൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും നമുക്ക് ഒരു നാടൻ വിഭവങ്ങൾ, തനി നാടൻ വിഭവങ്ങളായിട്ട് നമ്മൾ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കിയാണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഈ നാടൻ ആഹാരങ്ങളോട് വലിയ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അത് ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്നും എനിക്ക് വലിയ ആഗ്രഹമാണ് കേട്ടോ. അപ്പൊ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നെ ഇതുപോലെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അറിയാമോ? അങ്ങനെയൊന്നുമല്ല, നേരെ വിട്ട് ഇവിടെ ഇങ്ങനെ വിടി. എങ്ങനെയുണ്ട്? അപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇത്താടെ മരുമോൾ എന്തേ അടുക്കളയിൽ കയറൂലേ, ജോലി ചെയ്യൂലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാനപ്പോ അതിന് മറുപടി പറഞ്ഞു അവൾക്ക് എക്സാം നടക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാല് മെല്ലെ മെല്ലെ അവര് പഠിച്ചെടുക്കട്ടെ. ഇപ്പൊ ചെയ്യാതൊന്നും ഇരിക്കത്തില്ല. മോള് ചെയ്യണ ഓരോ ജോലികൾ കാണുമ്പോ എനിക്കറിയാം അവൾക്ക് ജോലിയൊക്കെ അറിയാം. പിന്നെ ചിലത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവളും കൊച്ചുകുട്ടിയല്ലേ, അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് അറിയാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് ഒരാൾ കയറി വന്നിടെ നമ്മളുള്ള ജോലിയെല്ലാം കൊടുത്ത് ആ രീതി ശരിയല്ല കേട്ടോ. നമ്മളുടെ രീതികളും നമ്മളുടെ ചിട്ടകളും അവരിനി കണ്ട് പഠിക്കണം. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അങ്ങനെയുണ്ട്, അടിപൊളി. ഉപ്പ്, പുളി എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്ത മോളെ ക്യാമറയിലൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന്. അപ്പൊ മോൾക്ക് ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അത്ര ഒരു താല്പര്യം കാണിക്കുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ആരെയും കൊണ്ടുവരേണ്ട കാര്യമില്ല. എന്തെങ്കിലും മോൾക്ക് താല്പര്യം ഉള്ളപ്പോ കാണിക്കാം. ഇപ്പൊ ഇങ്ങനൊക്കെ കാണിക്കുന്നില്ലേ, അതുപോലെ. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പൊ അതിലൊന്നും നമ്മൾ അങ്ങനെ ഇടപെടുന്നത് ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ, നമ്മളുടെ ചോറും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്, കണ്ടോ? ഒതി വരുന്നു. എനിക്കൊരു സീൻ ഓർമ്മ വന്നു. ഒരു മോന്റെ ഭാര്യക്ക് ഉമ്മ വാരി കൊടുത്തതാണ് വലിയ പ്രശ്നം. ഗൾഫിൽ വെച്ച് പിന്നെ ഉമ്മക്ക് നാട്ടിലോട്ട് വരേണ്ടി വന്നില്ല. ഇനി 2 സിമ്പിൾ റെസിപ്പിയും കൂടെ തയ്യാറാക്കണം. അപ്പം മോള് വന്ന് ചുവന്നുള്ളിയൊക്കെ
പൊളിച്ച് അരിഞ്ഞെടുക്കാണ്. സത്യം പറയട്ടെ, ഞാൻ എൻ്റെ ഒരു സ്വഭാവ രീതി ഞാൻ പറയാം. എനിക്കാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കത്തില്ലേ, മോളെ എന്റെ അടുക്കളയിൽ കെറ്റിക്കൂടെ, മോളെ ഇത്ര ജോലി ചെയ്യിപ്പിക്കുന്നില്ല, ഇപ്പോഴേ ഇങ്ങനെയൊക്കെയാണോ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി നിങ്ങൾ എന്റെ കമന്റ്സ് നോക്കിയാൽ കമന്റ്സ് എഴുതുന്നവർ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ അതിനോടൊന്നും വലിയ യോജിപ്പില്ല കേട്ടോ. എൻ്റെ ഒരു സ്വഭാവ രീതി എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ അടുക്കളയിൽ കയറുക, നമുക്കുള്ള ജോലികൾ ചെയ്ത് തീർക്കുക, അവിടെ നിന്ന് അങ്ങ് മാറുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നതായതുകൊണ്ട് തന്നെ എനിക്കിപ്പം ആരും അടുക്കളയിൽ എന്നെ സഹായിക്കാൻ വേണമെന്ന് എനിക്ക് വലിയ നിർബന്ധമുള്ള ആളൊന്നും അല്ല ഞാൻ. കാരണം നമുക്കാവുമ്പോൾ പെട്ടെന്ന് ജോലികൾ തീർത്ത് ഒതുങ്ങി പോകാൻ സാധിക്കും. അപ്പൊ ഇതിനിടയിൽ മോളിതാ ചുവന്നുള്ളിയെ കരിഞ്ഞു, ഞാൻ മുളക് ചുട്ടെടുത്തോണ്ട് വന്നു. നമ്മളുടെ പുളിവെള്ളം ഞാൻ നേരത്തെ പിഴിഞ്ഞു വെച്ചില്ലേ, ഞെരടി വെച്ചില്ലേ, ആ സംഭവമാണ് കേട്ടോ. അപ്പൊ ദാ ഈ മുളകും ചുവന്നുള്ളിയും ചേർത്തിട്ട് നമുക്ക് മുളക് ഞവടിയത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഞാൻ മുളക് ചുട്ടെടുത്തോണ്ട് വന്നത് കേട്ടോ. എന്നിട്ട് ഈ മുളകിനെ ദാ ഇങ്ങനെ ഒന്ന് ഞരടിയെടുക്കണം. ഇതുപോലെ ഞരടി നന്നായി അതിങ്ങനെ പൊടിച്ചെടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാ. എന്നിട്ട് ഞാൻ ദാ പുളി വെള്ളത്തിലേക്ക് ഇട്ടാണ്, അതിലുള്ള ബാലൻസ് പുളി ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചുവന്നുള്ളിയും കുറച്ചെടുത്തത് ഇതുപോലെ ഒന്ന് ഞരടിയിട്ട് നമുക്ക് ഇതും കൂടി പുളി വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ കുറച്ച് ചുവന്നുള്ളി കൂടുതൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ചുവന്നുള്ളിയും മുളകും പുളിയും ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഞരടിയെടുക്കണം, നല്ലതുപോലെ ഞരടിയെടുക്കണം. അത് അതിൽ കിടന്നിങ്ങനെ ഉടഞ്ഞു വരണം. അതിങ്ങനെ ചോറിന്റെ കൂടെയൊക്കെ കൂട്ടിക്കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങ് ഞരടുക കേട്ടോ. ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ഒരു പൊടിക്ക് വെളിച്ചെണ്ണ, വിനാഗിരി ആയിരിക്കും വെളിച്ചെണ്ണ. ഇതാണ് പുളിയും മുളകും ഞരടിയത്. ഇങ്ങനെയും കഴിക്കാം, ഇത് മാത്രം ഇട്ടാലും ചോറ് കഴിക്കാം. എത്ര പേർക്ക് ഇത് ഇഷ്ടമാണെന്നൊന്ന് പറയണേ. അപ്പോൾ ഇതെല്ലാം അതവിടെ ഞരടി വെച്ച ശേഷം ഞാൻ അവിടെ പച്ചമുളക് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. മോള് അവിടെ ചുവന്നുള്ളി ബാക്കിയുള്ളത് കൂടി അരിഞ്ഞെടുക്കുകയാണ്. ഇത് നല്ല ചെറുതായിട്ട് നൈസായിട്ടാണ് അവൾ അരിഞ്ഞെടുക്കണത് കേട്ടോ. അപ്പൊ നമുക്കിങ്ങനെ എനിക്കാണെങ്കിൽ ഈ പെട്ടെന്നെല്ലാം ഈ ടപ്പേന്ന് ചെയ്തിട്ട് മാറണല്ലോ. ഇപ്പൊ നമ്മളിപ്പം ഇതുപോലെ ഓരോരുത്തർ നമുക്ക് സഹായിക്കാൻ നിൽക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ജോലികളിൽ പിന്നെ നമ്മൾ അതിലും ഇൻവോൾവ് ആയി പോകും. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പരമാവധി എന്നാൽ കഴിയണ രീതിയിൽ തന്നെ ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ പാനിലിതാ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. നമ്മളുടെ ഈ ഒരു നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ചെയ്യണമെങ്കിൽ ആ ഒരു മണമൊക്കെ കിട്ടണമെങ്കിൽ സത്യം പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ അപ്പം നിസാറിക്കാണെങ്കിൽ ഇത്രയും കണ്ടപ്പോഴേക്കോട്ടെ മുട്ട വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ഉണക്കമീൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴും നിസാറിക്കാക്ക് മുട്ടയാണ് താല്പര്യം. എനിക്കറിയാം നിസാറിക്കാക്ക് മുട്ട ഭയങ്കര ഇങ്ങനെയൊക്കെ ചോറ് ചമ്മന്തിയൊക്കെ ഉള്ളപ്പോൾ മുട്ട ഇഷ്ടമാണെന്നുള്ളത്. അപ്പൊ ഞാൻ മുട്ടയും കൂടെ പൊരിക്കാന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പം അതും കൂടി ആവുമ്പോഴല്ലേ നല്ല കംപ്ലീറ്റ് ആവത്തുള്ളൂ. ശരിക്ക് വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഇതുപോലെയുള്ള ഇഷ്ടങ്ങളൊക്കെ നടത്തണം. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇടണം. ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ സാധാരണ മുട്ട പൊരിക്കത്തില്ലേ, അതിന് എപ്പോഴും നമുക്ക് നല്ലത് ഈ ചെറിയ ചുവന്നുള്ളി തന്നെയാണ് കേട്ടോ. അപ്പൊ മോള് വന്നിട്ട് അവള് അടിച്ചെടുക്കാൻ, അവള് സത്യം പറഞ്ഞാൽ അവൾക്ക് ജോലിയൊക്കെ അറിയാം കേട്ടോ. അവൾ എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഞമ്മിയ ഞാൻ അത് ചെയ്യട്ടോ ഇത് ചെയ്യട്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും. അപ്പൊ ഞാനാണ് ഈ പലപ്പോഴും മോള് പോയിരുന്ന് പഠിക്കുക, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു വിടണേ. ഇന്നലെ എക്സാം കഴിഞ്ഞുകൊണ്ടാണ് അവളെ ഇന്നിപ്പോ എൻ്റെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ പാനിലേക്ക് അടുത്തിനി മുട്ട പൊരിക്കാൻ പോകണം. മുട്ട പൊരിക്കുമ്പോഴും എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയിൽ മുട്ട പൊരിക്കുമ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പൊ തൈരിന് മാത്രമായിട്ട് ഒരു കുറവ് വേണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ തൈരും കൂടി ആക്കാം, കുറച്ച് മോര് പോലെ ഒന്ന് കലക്കി എടുക്കാം. അപ്പം ഇന്ന് ഇങ്ങനെ ചെയ്യട്ടോ. ഞാൻ പറയും ഇതിൽ പറ്റത്തില്ല, അത് വലിയ മത്താണെങ്കിലല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ അത് ഒന്ന് ഉടച്ചെടുക്കണം മോള്. അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നുള്ള ഒരു പാചകം തന്നെ പറയാം. അപ്പൊ മുട്ട പൊരിച്ച് ഇതുപോലെ ചൂടോടുകൂടി മുട്ട ഒഴിച്ചിട്ട് നമ്മൾ പൊരിച്ച് കഴിക്കണതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. നമ്മള് ഒരുമിച്ച് ഇരുന്ന് ആഹാരം കഴിക്കണം, എല്ലാവരും ഒരുമിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന, ഇപ്പൊ ഒരാളിനെ ആയിട്ട് ഇരുത്തത്തില്ല. അപ്പം ഇത് ഇത്രയും പൊരിച്ച് കഴിഞ്ഞ ശേഷം ടേബിളിലേക്ക് എല്ലാം കൊണ്ടുവയ്ക്കത്തുള്ളൂ കേട്ടോ.
അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കും. അപ്പം അധികം ഒന്നും തണുക്കത്തൊന്നുമില്ല. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ അതിന്റെ ഒരു സുഖം കിട്ടുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് എനിക്ക് നിർബന്ധങ്ങൾ കൂടുതൽ കേട്ടോ. കാരണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, എല്ലാവരും ഒത്തൊരുമയോടെ ഒരുമിച്ചിരിക്കണം. ഈ വക കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് സ്ട്രിക്റ്റ് തന്നെയാണ്. അപ്പൊ മോളിതാ കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ മോളെ അത് എടുത്ത് ഉപ്പിട്ട് നമുക്ക് എടുക്കാന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞില്ല ഇതും കൂടി എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എന്നാ പിന്നെ നിന്റെ ഇഷ്ടം നടക്കട്ടെ, അതും കൂടി അരിഞ്ഞിടാൻ പറഞ്ഞു. അങ്ങനെയാണ് അവള് മോരിലേക്ക്, ഇത് മോരാണോ തൈരാണോ എന്ന് ചോദിച്ചറിയില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനിയിപ്പോ ഇതൊന്ന് കലക്കി എടുക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ വിഭവങ്ങളൊക്കെ ഇതാണ്. നമ്മളുടെ മുട്ട പൊരിച്ചതും മോരും ഉണക്കമീനും അതുപോലെ തന്നെ ചമ്മന്തിയും അച്ചാറും. അപ്പൊ മുട്ട ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തിരിച്ചു മറിച്ചും ഒക്കെ ഇടണം. അപ്പൊ നമ്മളുടെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോ ചോറിന്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ ഇതിൽ ഏതെങ്കിലും 1-2 വിഭവം മതിയല്ല. അത് ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത്. എനിക്കറിയാം ഭൂരിഭാഗം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഇതിലുണ്ടെന്നുള്ള കാര്യം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഏതാണെന്നുള്ളത്. എനിക്കത് തീർച്ചയാണ് അത് നിങ്ങൾ ഇഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ ചൂടോട് കൂടിയിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയില് 1-2 കമന്റ്സ് വന്നു കേട്ടോ. നിങ്ങൾ എന്തോന്ന് ഓരോരുത്തരും നിങ്ങളുടെ അടുത്ത് പ്ലേറ്റ് വെച്ചിട്ട് യാചിക്കണോ, അവരവർക്ക് ആവശ്യമുള്ളത് എടുത്താൽ പോരെ എന്നൊക്കെ ഉള്ള കമന്റ്സ് വായിച്ചപ്പോ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. കാര്യം നമ്മൾ ഒരു ഉമ്മ മക്കൾക്ക് വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്നേഹമാണ് മക്കളിലേക്ക് എത്തിക്കുന്നത്. എന്തോ ഞാൻ അങ്ങനെ ആയിപ്പോയി. നമ്മളുടെ പല വീഡിയോസും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നു. അപ്പൊ അതിന് നമ്മൾ മറ്റൊരർത്ഥം കാണേണ്ട ഒരു ആവശ്യമില്ല. ഒന്നുകിൽ അവരുടെ വീട്ടിൽ ഈ ഇത് എഴുതിയവരുടെ വീട്ടിൽ അങ്ങനെയുള്ള ചുറ്റുപാടല്ലായിരിക്കാം, അതല്ലെങ്കിൽ അവരെ അങ്ങനെ അനുഭവിച്ചിട്ടില്ലായിരിക്കാം. അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പം നിങ്ങൾ അങ്ങനെ കമന്റ് ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷെ അത് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു കേട്ടോ. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ്, എല്ലാവരും ഇരുന്ന്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടതെങ്കിൽ നിങ്ങൾ മുന്നോട്ടുള്ള വീഡിയോസ് കണ്ടു നോക്കണം. അപ്പൊ ഇതൊക്കെ എൻ്റെ കുറെ ഇഷ്ടങ്ങളിൽ പെട്ടതാണ്, മക്കൾക്ക് ഇതുപോലെ വിളമ്പി കൊടുക്കുക എന്നുള്ളത്. എന്നും നമുക്കിത് സാധ്യമാവണമെന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സുൽത്താൻ ഇപ്പൊ അടുത്തില്ല. അപ്പൊ എനിക്ക് സുൽത്താന് ഇപ്പൊ അത് വിളമ്പി കൊടുക്കണം എന്ന് തോന്നിയാൽ പറ്റുമോ? അതൊക്കെയാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്. അപ്പൊ പടച്ചവൻ ഇനിയും ഇതുപോലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാനും സന്തോഷം പങ്കിടാനും ഒക്കെ ഉള്ള തൗഫീക്ക് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പൊ നമ്മളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു വരുതേ. അടിപൊളി. പക്ഷെ ഇത് എല്ലാം വേണമെന്നില്ലല്ലോ എല്ലാ സമയം. ചമ്മന്തിയും ചോറും മതി, അല്ലെങ്കിൽ അതാ അച്ചാറും ചോറും മതി, പിന്നല്ലെങ്കിൽ ഇതായി മുളക് ഞവിടിയതും ചോറും മതി. ഏതായാലും മതി, ഒരു കൂട്ടം മതി. നീ പിന്നെല്ലാം ഉണ്ടാക്കിയതാ? സലുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. സലുവിന് ഇതെല്ലാം ഇഷ്ടം ഇല്ലടാ. ചമ്മന്തി ഇഷ്ടം, ഈ മുളക് ഞവിടിയത് ഇഷ്ടം, പിന്നെ അച്ചാറ് കോമൺ.